ഹരേ കൃഷ്ണ. ഹനുമാൻ മുതലയ്ക്ക് ശാപം കൊടുക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ശ്രീരാമ നാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ശരീരം വലുതാക്കി ത്രികുട പർവ്വതത്തിൽ നിന്നും വായുവേഗേന ഉത്തരാഭിമുഖമായി കുതിച്ചുയർന്നു ഹനുമാൻ. മൃതസഞ്ജീവനി കൊണ്ടുവരുന്നതിനായി പോയിരിക്കുന്ന വിവരം ദൂതന്മാരിൽ നിന്ന് ഗ്രഹിച്ച രാക്ഷസരാജൻ രാവണൻ അത് തടുക്കുന്നതിനായി തൻ്റെ സുഹൃത്തും മായാജാലങ്ങളിൽ നിപുണനുമായ കാലനേമിയെ സമീപിച്ചു സഹായം അഭ്യർത്ഥിച്ചു. സ്നേഹിത, ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രപ്രയോഗത്താൽ ബോധശൂന്യരായി തീർന്ന ശത്രുപക്ഷത്തെ സഹായിക്കാനായി ഒരു വാനരൻ മൃതസഞ്ജീവനി കൊണ്ടുവരുന്നതിനായി വൃഷഭാദ്രിയെ പ്രാപിച്ചിരിക്കുന്നു. നീ എങ്ങനെയെങ്കിലും ചെന്ന് അവൻ്റെ മാർഗം തടസ്സപ്പെടുത്തണം. അവൻ ഒരിക്കലും മൃതസഞ്ജീവനി കൊണ്ടുവരുവാൻ ഇട കൊടുക്കരുത്. രാവണൻ്റെ വാക്ക് കേട്ട് കാലനേമി ഉടൻ തന്നെ തൻ്റെ മായാശക്തിയാൽ ഒരു യോഗീശ്വരൻ്റെ വേഷം പൂണ്ടു മഹേന്ദ്രഗിരിയിലെത്തി. അവിടെ മായയാൽ ഒരാശ്രമവും കുറേ ശിഷ്യന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഹനുമാന്റെ വരവും കാത്തിരുന്നു. ലങ്കയിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് ഹനുമാൻ ശിവപൂജ തർപ്പണം നടത്തി മാർഗ തടസ്സം അകറ്റിയ ശേഷം മനോവേഗത്തിലും കവിഞ്ഞ ഗതിവേഗത്തിൽ നിമിഷങ്ങൾ കൊണ്ട് ഔഷധ പർവ്വതത്തിലെത്തി. അപ്പോൾ അവിടെ ഒരാശ്രമവും അതിലിരിക്കുന്ന താപസന്മാരെയും കണ്ട് ഹനുമാൻ അതിശയിച്ചു പോയി. താൻ എത്തേണ്ട ഇടത്ത് തന്നെയാണോ എത്തിയിരിക്കുന്നതെന്ന് പോലും ഹനുമാന് സംശയം. എന്തായാലും ആരാണെന്ന് നോക്കിക്കളയാം എന്ന നിശ്ചയത്തോട് ആഞ്ജനേയൻ ആശ്രമത്തിലേക്ക് എത്തി നോക്കി. നെയ്വിളക്കുകളുടെ പ്രകാശധാരയിൽ നമ്രശിരസ്കനായ ഒരു യോഗി ധ്യാനനിരതനായിരിക്കുന്ന കാഴ്ച ഹനുമാൻ കണ്ടു. ഉടനെ ആശ്രമത്തിനുള്ളിൽ കടന്നു ഭയഭക്തി ബഹുമാനങ്ങളോടെ കൈകൂപ്പി നിന്നു. ധ്യാനത്തിൽ നിന്നുണർന്ന താപസന്മാർ ഹനുമാനെ നോക്കിക്കൊണ്ട് അരുളി ചെയ്തു: ഹേ വായുപുത്ര, നീ രാമകാര്യാർത്ഥം മൃതസഞ്ജീവനിക്കായി വന്നവനല്ലേ? ധൈര്യമായി യാത്ര പുറപ്പെട്ടുകൊള്ളുക. നിനക്ക് മംഗളം ഭവിക്കും. നിന്റെ ഉദ്ദേശകാര്യം നിറവേറുന്നതിനായി നാം നിനക്ക് ദിവ്യമായൊരു മന്ത്രം ഉപദേശിച്ചു തരാം. അതിനു മുൻപ് നീ കുളിച്ച് ശുദ്ധി വരുത്തി വരിക എന്ന് പറഞ്ഞിട്ട് ഒരു ശിഷ്യനെ വിളിച്ച് കുളിക്കാനായി ഏർപ്പാട് ചെയ്തു. ഹനുമാൻ ശിഷ്യനോടൊപ്പം ആ കൂരിരുട്ടത്ത് ഒരു പൊയ്കയിലെത്തി. മാരുതി ആ സരസിലിറങ്ങി കൈക്കുമ്പിളിൽ ജലം നിറച്ച് മുഖത്തോടടുപ്പിക്കുമ്പോൾ ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. ഹനുമാൻ ഞെട്ടിപ്പോയി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗം.